എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടത്തുന്ന യുവജാഗരൺ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള കലാജാഥയ്ക്ക് വടകരയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടത്തുന്ന യുവജാഗരൺ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള കലാജാഥയ്ക്ക് വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. പരിപാടിയിൽ കോഴിക്കോട് മനോരഞ്ജൻ ആർട്സിലെ കലാകാരന്മാർ ഒരുമിച്ച് നാടൻപാട്ട്, സ്കിറ്റ് എന്നീ കലാരൂപങ്ങളിലൂടെ എയ്ഡ്സ് പകരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. നാല് വിധത്തിലാകാത്ത ഒരാളൊന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് മനസ്സിലായില്ലേ? 4 വിധത്തിലാണ് ബാധ പകരുന്നത്. ഞാൻ പറഞ്ഞു അല്ല, അതായത് ഒന്ന്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ വിശ്വസ്തരായ ജീവിത പങ്കാളികളായിരിക്കണം. അതാണ് സുരക്ഷിതമായ ലൈംഗിക ബന്ധം. ഇനി HIV പകരുന്ന രണ്ടാമത്തെ വിധം, HIV അണുബാധയുള്ള രക്തമോ രക്തോൽപ്പന്നങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ. അപ്പൊ രക്തം സ്വീകരിക്കുമ്പോൾ ഇത് വരുമോ? തന്നെയാ പറഞ്ഞു. അല്ല, നമുക്ക് കഴിഞ്ഞ ഒരു 5-8 കൊല്ലം മുമ്പിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയില്ല. അപകടം എന്ന് പറഞ്ഞാൽ അപകടം പറ്റിയില്ലേ? അപ്പൊ ആ സമയത്ത് നമുക്ക് ചോര മാറ്റിയില്ലേ? നീ എവിടുത്താണ് ചോര? ഞാൻ ശരിയായ ലേബറട്ടറിയിൽ വെച്ച് പരിശോധിച്ച് HIV-യോ ഹെപ്പറ്റൈറ്റിസ് B-യോ മഞ്ഞപ്പിത്തോ ഒന്നുമില്ലാത്ത രക്തമാണ് അന്ന് കലന്തര കയറ്റിയത്. അപ്പൊ അതിനെക്കൊണ്ട് ആ കലന്തരപ്പന്റെ മുന്നിൽ ഇങ്ങനെ നേരം. അപ്പൊ കുഴപ്പമുണ്ടാകില്ല അതിനെക്കൊണ്ടില്ലേ? നല്ല രക്തമായതുകൊണ്ട് നമ്മളെ മോനെ അറിഞ്ഞോട്ടെ. നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. ഓനിപ്പോ ഇവിടെ അല്ല, ഓനക്കല്ല. ഓനെ ഇവിടെ ഉള്ള കാലത്ത് എത്രയോ പാവപ്പെട്ട ആൾക്കാർക്ക്, ഒരുപാട് ആൾക്കാർക്ക് രക്തം കൊടുത്തവനാണ്. ആ രക്തം കൊടുത്തതിന്റെ ആ ഗുണം ഇപ്പം പടക്കാൻ ഓന് കൊടുക്കുന്നു. അന്ന് ചെയ്തതിന്റെ ഗുണപ്പോഴാണ്. അതായത് രക്തദാനം ജീവദാനം എന്നാ പറയുന്നത്. അതാണ് നമ്മുടെ മറ്റുള്ള ജീവൻ രക്ഷിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഓന. ഇനിയിപ്പോ HIV പകരുന്ന മൂന്നാമത്തെ വിധം, HIV അണുബാധയുള്ള സൂചി സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ. ആശുപത്രിയിൽ മരുന്ന് കുറ്റക്കാരോ അല്ല, ആശുപത്രിയായ പുതിയ സൂചിയുണ്ടാകും. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ മയക്കുമരുന്ന് കുത്തിവെക്കാനായി സൂചി സിറിഞ്ച് ഉപയോഗിക്കുന്നത്. ഒരാൾ കുത്തിയ സൂചിയോട് മറ്റേ കുത്തുന്നത്, അയാൾക്ക് മാറി മാറി കുത്തുന്നു. അതിലൊരാൾക്ക് HIV അണുബാധ ഉണ്ടെങ്കിൽ. പരിപാടിയിൽ NSS പ്രോഗ്രാം ഓഫീസർ VK ഷിജിത് കുമാർ സ്വാഗതം പറഞ്ഞു. ദേവ്ന S, നിയ ബിനോയ്, കീർത്തന ST എന്നിവർ സംസാരിച്ചു. വളണ്ടിയർ അലൻനന്ദ് നന്ദിയും പറഞ്ഞു. വളണ്ടിയർ ലീഡർ ഗൗതം കൃഷ്ണ, സനത് MM, വേദ ശ്രീജിത്ത്, കാർത്തിക, നേഹ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.